നമ്മൾ എത്രത്തോളം തളരാതെ മുന്നോട്ട് പോകുന്നു അത്രത്തോളം വേഗത്തിൽ വിജയം കൈവരിക്കാൻ പറ്റും. അപ്പം രാവിലെ തളരാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഒന്ന് കഴിക്കണം കേട്ടോ. പ്രത്യേകിച്ച് നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിലും വീട്ടമ്മമാരാണെങ്കിലും ആരാണെങ്കിലും എത്ര തിരക്കുണ്ടെങ്കിലും ഒരു 10 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി മാറ്റി വെക്കണം. അത് കഴിഞ്ഞ് ആവാം തുണി എഴുവലായാലും കൊച്ചിനെ നോട്ടമായാലും എന്താണെങ്കിലും ആദ്യം നമ്മളെപ്പോഴും ഒരു എന്താ ആരോഗ്യത്തിൻ്റെ എനർജി ലെവൽ തുടങ്ങുന്നതെന്ന് വെച്ചാൽ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യത്തില്ല കേട്ടോ. പക്ഷേ ഇവിടെ വേറൊരാളുണ്ട്, 4 വയസ്സേ ആയിട്ടുള്ളൂ. പക്ഷെ അയാളുടെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണമെങ്കിൽ ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ മിനിമം നമ്മൾ എടുക്കും. ഇനി നമുക്ക് കുറച്ച് മാനസിക ഉല്ലാസമാവാം. എൻ്റെ ഏറ്റവും വലിയ മാനസിക ഉല്ലാസം ഈ ചെടി നനപ്പാണ്. ഒന്നാമത് ഭയങ്കര വരൾച്ച, അപ്പോൾ ചെടികളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ എന്താ പറയുക വാടിപ്പോകും. അതിങ്ങനെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു പ്രത്യേക സന്തോഷം കേട്ടോ. ഇതെൻ്റെ സന്തോഷമാണ്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടേതായ ഒരു സന്തോഷം കണ്ടെത്തണം. അല്ലെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് പഠിച്ച് നമുക്ക് എക്സാമും പാസ്സാവാതെയൊക്കെ വരുമ്പം നമ്മൾ മാനസികമായിട്ട് തന്നെ ഒരുപാട് ഡിപ്രസ്ഡ് ആയിപ്പോവും. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. എൻ്റെ നനപ്പൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെ ഒരാൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. ഇന്ന് ശരിക്കും ഗീദോശയായിരുന്നു. അതുകൊണ്ട് അവൾ തന്നെ ഇരുന്ന് കഴിക്കും. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്നത് നമ്മൾ വാരി കൊടുക്കാനൊന്നും നിൽക്കരുത്. അവർ പകുതി ആവട്ടെ, അവർ പകുതി കഴിച്ചതിന് ശേഷം നമുക്ക് പിന്നെ വാരി കൊടുക്കാം. അവർ തന്നെത്താനെ എല്ലാം ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാപ്തരാക്കണം. അത് അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് നല്ലതാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ പഠിക്കുന്ന കാര്യത്തിലും എപ്പോഴും നമ്മൾ സ്വന്തമായി ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഇപ്പോൾ വേറൊരാളുടെ സ്ട്രാറ്റജി നമ്മുടെ നീഡ്സുമായി ചിലപ്പോൾ മാച്ചപ്പ് ചെയ്യത്തില്ല, അല്ലെങ്കിൽ നമ്മുടെ ടൈമിങ്ങുമായിട്ട് ഒരിക്കലും മാച്ചപ്പ് ചെയ്യത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു എക്സാം സ്ട്രാറ്റജി, ഇപ്പോൾ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എക്സാം സ്ട്രാറ്റജീസ് ഒന്നും പറയാമോ എന്ന്. ശരിക്കും ഞാനിവിടെ എക്സാം സ്ട്രാറ്റജി ആയിട്ട് എപ്പോഴും പറഞ്ഞു കൊടുക്കുന്നത് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചെയ്യുക. പിന്നെ ഒരു മോക്ക് ടെസ്റ്റെങ്കിലും ഒരു ദിവസം നമ്മൾ എഴുതണം. അത് ഞാൻ കുറേ ഈ എന്താ പറയുക ലിസ്റ്റിൽ വന്നിട്ടുള്ള ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുള്ള കേട്ടോ. അന്നേരം നമുക്ക് നമ്മളുടേതായ ഒരു നിലവാരം അറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ നിലവാരം ഇപ്പം ഭയങ്കരമായിട്ട് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു LD-യുടെ ഫസ്റ്റ് എക്സാം, അത് 20-ാം തീയതിയുള്ള എക്സാം ആയിരുന്നു ഞാൻ എഴുതിയത്. പക്ഷെ എനിക്ക് അത്യാവശ്യം നല്ല ടഫായിരുന്നു, പൊതുവേ നല്ല ടഫായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതുകൊണ്ട് ഇപ്പോൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ആൾക്കാർക്ക് ടഫായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടൊന്നും നമ്മൾ പിന്മാറേണ്ട കാര്യമില്ല. അടുത്ത ഡിഗ്രി ലെവൽ എക്സാം എന്തായാലും ഈ വർഷം അവസാനം നോട്ടിഫിക്കേഷൻ വരും. ഒരു ബൾക്കായിട്ടുള്ള ഒരു വേക്കൻസീസ് ഉള്ളത് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. നല്ല കട്ട ബോറിംഗ് ആയിട്ടുള്ള സബ്ജക്ട്സ് പഠിക്കാനുണ്ടല്ലോ, നല്ല സ്മാർട്ടായിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. അതായത് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റ് നിങ്ങൾക്ക് തികഞ്ഞ ബോറടി, അതെപ്പം തുറന്നു നോക്കിയാലും ഉറക്കം വരുന്നു എങ്കിൽ നിങ്ങൾ നേരെ യൂട്യൂബ് എടുക്കുക. ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ പ്രീവിയസ് ഇയർ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് അടിച്ചു കൊടുക്കുക. വീഡിയോസ് ഇഷ്ടം പോലെ വരും. നിങ്ങളുടെ ടൈമിങ് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോ സെലക്ട് ചെയ്യാം. 5 മിനിറ്റ് തൊട്ട് അരമണിക്കൂർ, 3/4 മണിക്കൂർ, 2 മണിക്കൂർ വരെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ ബേസിൽ കാണും. അങ്ങനെയൊക്കെ നമുക്ക് ഈ ബോറിംഗ് ആയിട്ടുള്ള സബ്ജക്ട്സ് അങ്ങനെ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. കുറേ പ്രാവശ്യം ഇപ്പം നമ്മൾ തന്നെ എത്ര ഇൻട്രസ്റ്റഡ് അല്ലാത്ത കാര്യങ്ങളും കുറേ പ്രാവശ്യം ഇങ്ങനെ കേട്ട് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ആൻസർ എത്തും. അതൊരു കോമൺ സൈക്കോളജിയാണ്. പിന്നീട് ഡെയിലി നിങ്ങൾ ഒരു PSC സക്സസ് സ്റ്റോറിയെങ്കിലും കാണുക. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഉള്ളിലൊരു ഹോപ്പ് അത് നിലനിർത്താൻ ഒരുപാട് സഹായിക്കും കേട്ടോ. പ്രത്യേകിച്ച് നമ്മളിപ്പം വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റിനാണ് നമ്മളെല്ലാവരും പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചില ആൾക്കാർക്കുണ്ട് പുതിയ സാധനങ്ങൾ കിട്ടാൻ നേരം വല്ലാത്തൊരു മോട്ടിവേഷനാണ്. ഫോർ എക്സാമ്പിൾ, ഒരു പുതിയ ബുക്ക് കിട്ടുമ്പോൾ, പുതിയ പേന കിട്ടുമ്പോൾ, പെൻസിൽ കിട്ടുമ്പോൾ, പുതിയൊരു റാങ്ക് ഫയൽ മേടിക്കുമ്പം, പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ബാങ്ക് മേടിക്കുമ്പം, അതൊക്കെ ഒരു നല്ലൊരു മോട്ടിവേഷനാണ് കേട്ടോ. നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും എൻജോയ് ചെയ്ത് വേണം പഠിക്കാനെന്നാണ് പറയുന്നത്. അന്നേരം നമ്മൾ മനസ്സിലിരുത്തി പഠിക്കുന്ന ഒരൊറ്റ കാര്യങ്ങൾ പോലും മനസ്സിലാവാതെയും പോകത്തില്ല, മനസ്സിൽ നിന്ന് പോവത്തതുമില്ല. ഇത് കണ്ടില്ലേ എൻ്റെ മോള് നല്ല എൻജോയ് ചെയ്ത് കളിക്കുന്നത്. ഞാൻ ചായ ഇടാൻ പോകുന്ന നേരത്ത് അവൾ നല്ല സൂപ്പറായിട്ട് പുറത്തിറങ്ങി മണ്ണിക്കളി അങ്ങ് തുടങ്ങി. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മുടെ ജനറേഷനിലെ അമ്മമാരുടെ ഒരു പ്രശ്നം എന്ന് വിചാരിച്ചാൽ കൂടുതൽ കുഞ്ഞുങ്ങൾ മണ്ണിലൊന്നും ഇറങ്ങാൻ വേണ്ടി സമ്മതിക്കില്ല കേട്ടോ. അതൊക്കെ തികച്ചും തെറ്റാണ്. എപ്പോഴും കുഞ്ഞുങ്ങൾ പ്രകൃതിയോട് ചേർന്ന് വേണം വളരാൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനും മോളും ഇതൊക്കെ കുളിച്ച് റെഡിയായി ഞങ്ങൾ
പര്യായവും ഒക്കെ കടൽ കണക്കുണ്ട് കേട്ടോ. എൻ്റെ തലയിൽ അങ്ങോട്ട് നിൽക്കുന്നില്ല. അന്നേരം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത്, എന്നിട്ട് മലയാളം മാത്രമല്ലേ ഉള്ളൂ, അത് ഫുള്ള് കവർ ചെയ്തു. അപ്പോൾ ഈ ഒരു സിലബസിൽ വരുന്ന സംഭവങ്ങൾ തന്നെയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അവർ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അന്നേരം നമ്മൾ 2-3 പ്രാവശ്യം പ്രീവിയസ് അങ്ങോട്ട് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ റാങ്ക് ഫയൽ നോക്കി പഠിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്കത് പ്രയോജനം തോന്നിയിട്ടുണ്ട്. പക്ഷെ ആദ്യമേ ഒരു തവണ നമ്മൾ റാങ്ക് ഫയൽ ഒന്ന് വായിക്കണം. ഈ പര്യായ ഒറ്റപ്പദത്തിൻ്റെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, പദശുദ്ധിയും വാക്യശുദ്ധിയും ഒക്കെ. നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നതെന്ന് വിചാരിച്ചാൽ ഞാൻ റാങ്ക് ഫയൽ എടുത്ത് പിറ്റേ ദിവസം എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് നോക്കി എല്ലാം മടക്കി വെച്ചേക്കുവാണ്. പേജ് സഹിതം ഞാൻ മടക്കി വെക്കാറുണ്ട്. അന്നേരം നമുക്ക് പിറ്റേ ദിവസം ജോലിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്ന് നമുക്ക് തപ്പിപ്പറക്കണ്ട ഇതൊക്കെ എവിടെയാണ് കിടക്കുന്നത്, നാളെ എന്താ പഠിക്കേണ്ടത്, ഒരു ഐഡിയ ഇല്ലാതെ പോകരുത്. എപ്പോഴും തലേ ദിവസം നമ്മൾ പിറ്റേ ദിവസം എന്തൊക്കെയാണ് പഠിക്കുന്നതെന്ന് വിചാരിച്ചാൽ അതൊന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. പേജ് അതിന് വേണ്ട മെറ്റീരിയൽ സഹിതം ഒന്ന് എടുത്ത് വെക്കണം കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ ഇന്ന് മലയാളത്തിൽ പ്രിപ്പയർ ചെയ്ത് നോട്ട്സ്. വളരെ കുറച്ചേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ബാക്കി എല്ലാം എന്ന് വിചാരിച്ച റാങ്ക് ഫയലൊക്കെയാണ് ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ എൻട്രി ആപ്പും കൂടെ ഫോളോ ചെയ്യും കേട്ടോ. ഞാൻ യൂട്യൂബാണ് കൂടുതലും നോക്കി പഠിക്കുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ ആ ഫോൺ യൂസ് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോയും കൂടെ എടുക്കുന്നത്. അപ്പം അത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. പിന്നെ രാത്രി കിടക്കുന്ന മുമ്പ് ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എപ്പോഴും സൂക്ഷിക്കും. അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ എഴുതി വെക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി സൃഷ്ടിക്കും. ഓക്കെ. Forget to subscribe my channel if you like it.